ഒരു ഏത്തപ്പഴം വെച്ച് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണിന്ന്. തൊലി കറുത്ത് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഏത്തപ്പഴം ആയാലും മതി. നമ്മൾക്കിത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വിധത്തിലുള്ള ഒരു പുഡിംഗാണ് കേട്ടോ. അത് വളരെ ടേസ്റ്റിയാണ്. അതിനുവേണ്ടി ഞാനിത് ഇവിടെ ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കണം. അത് ആവിയിൽ ഞാനൊന്ന് പുഴുങ്ങിയെടുത്തതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്കതിലേക്ക് വേണ്ടത് പശുവിൻ പാലാണ്. ഞാൻ 1 കപ്പ് പശുവിൻ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 250 ml. തിളപ്പിച്ച പാൽ വേണമെന്നൊന്നുമില്ല, തിളപ്പിക്കാത്തതും എടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാൻ 3 സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇതൊരു ആവറേജ് മധുരമുള്ള പുഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടാം. പിന്നെ അതേപോലെ 3 സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറും 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാലെടുത്ത് അതേ കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത്ര ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഉണ്ടാവുന്നത്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. കാരണം തീരെ പൊടിയോ കട്ടകളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ പഴത്തിൻ്റെ ചെറിയ ചെറിയ പീസസ് ബാക്കി ഉണ്ടാവും. അത് നമ്മളിതാ ഇതുപോലെ അരിച്ച് മാറ്റി വെക്കണം. ഇപ്പോൾ ഇതാ ഇതിൽ കണ്ട നിങ്ങൾ 2-3 പഴത്തിൻ്റെ പീസുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം ഇതിൽ നിന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. ഞാനിവിടെ വനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗളിലേക്ക് 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതേ ബാറ്ററിൽ നിന്ന് കുറച്ച് എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തീരെ കട്ടകളൊന്നും ഇല്ലാണ്ട് അതൊന്ന് കലക്കിയെടുക്കണം. ഈ കസ്റ്റാർഡ് പൗഡറിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ഡ്രോപ്സ് മതി കേട്ടോ. അത്ര ഒഴിച്ചാൽ മതി. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് കൂടി ചേർത്ത് നമുക്ക് ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെക്കണം. തീരെ കട്ടയില്ലാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഇതൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എനിക്കപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഈ ബാറ്റർ അതിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെയാണ് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഓൺ ചെയ്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത്. ഒരിക്കലും കട്ട കെട്ടാതെ നോക്കണം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. പിന്നെ അടിയിൽ പിടിച്ച് പോയാൽ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറും കേട്ടോ. തീരെ അടിയിൽ പിടിക്കാതെ വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. അപ്പോൾ അടി കെട്ടിയുള്ള പാത്രം, നോൺ സ്റ്റിക്ക് പാത്രം ഇത് വേണമെങ്കിൽ എടുക്കാം നമുക്കിത് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇതാ നന്നായി തന്നെ കുറുകിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഇതുപോലെ കുറുകി കിട്ടും. ഇനി നമ്മൾക്ക് ഇതേപോലെ ഒരു പാത്രത്തിൽ നന്നായി കുറച്ചൊന്ന് ഓയിലോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇത് തണുക്കാനായി ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് പെട്ടെന്ന് തണുത്ത് കിട്ടും, കട്ടയായി കിട്ടും. ഇത് ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. സ്പൂണിൻ്റെ അടിയിൽ കുറച്ച് നെയ്യ് പുരട്ടിയാൽ മതി കേട്ടോ. നമുക്ക് നന്നായി തന്നെ ലെവൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഞാൻ ഒരു അരമണിക്കൂർ സമയം മാറ്റി വെച്ചാണ് കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം അത് ഇതുപോലെ വിട്ട് വരും. അപ്പം നമ്മൾക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. സ്പൂൺ വെച്ചൊന്നും ഇളക്കേണ്ട ആവശ്യമില്ല. തനിയെ തന്നെ ഇതുപോലെ കിട്ടുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഈ പുഡിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എത്ര പഴുത്ത് കറുത്ത പഴമായാലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ വാനില എസൻസ് എന്തായാലും നമ്മൾ ചേർത്ത് കൊടുക്കണം. കാരണം നന്നായി പഴുത്ത പഴമാകുമ്പം ചിലപ്പോൾ ആ ഒരു പഴുപ്പിൻ്റെ ഒരു മണം വരും. അപ്പോൾ പുഡിങ്ങിന് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.